ആവിയിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് ബെസ്റ്റ്. ആവിയിൽ ഉണ്ടാക്കിയ എല്ലാതും കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആവിയിലുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് മീറ്റ്, ഇറച്ചി കൊണ്ടുള്ള സംഭവമാണ് അല്ലേ? അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ യെസ്. ഞാന് ഫ്രിഡ്ജില് കുറച്ച് മസാല ഉണ്ടാക്കി വെച്ചിരുന്നു സമൂസന്റെ. അപ്പൊ ആ ഒരു സമൂസ മസാലയൊക്കെ കുറച്ചും കൂടി മല്ലിയില ഇട്ടിട്ട് അതില് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതില് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, ചിക്കന്, ചെറിയ ജീരകത്തിന്റെ പൊടി, ഗരം മസാല ഇതൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള സമൂസ മസാലയാണ്. ഒരിക്കലും പൊട്ടറ്റോ ഇല്ലാത്തത് ആയിരിക്കണം. അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ട്. ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ നിൽക്കും, യാതൊരു കേടും വരില്ല. അതവിടെ മാറ്റി വെക്കുക. ഇതൊരു ചെറിയൊരു സ്റ്റീൽ കുക്കറാണ്. അതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം ഉപ്പിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വെള്ളം തിളപ്പിക്കുക. തിളച്ചു വരുന്ന സമയത്ത് ആ 1 ഗ്ലാസ് പൊടി അതിലേക്ക് ഇടുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അലക്ക്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുപ്പ് സ്ലോ ആക്കണം. പിന്നെ ഇത് കംപ്ലീറ്റ് നല്ല നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് പുറത്തെടുക്കുന്നത് വരെ അത് വേണം. അടുപ്പ് ഓഫാക്കരുത്. ഇനിയിപ്പോൾ അതിന്റെ അടപ്പ് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വാഷർ വേണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ടോപ്പിലെ ആ ഒരു വിസിൽ ഊരി വെച്ചിട്ട് ഇത് അടച്ചു വെക്കുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നല്ല ചൂട് പാകമാവും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴക്കാനൊക്കെ നല്ല സുഖമായിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അത് നല്ലോണം മസാജ് ചെയ്തിട്ട് അതിനിങ്ങനെ ഉരുളാക്കി വെക്കണം. അപ്പൊ ആ ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ട് മറ്റേ ചൂടോടായി കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പൊ ഇതൊരു നല്ലൊരു ടെക്നോളജിയാണ്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനെ സെന്റർ കട്ട് ചെയ്യാണ്. പിന്നെ വീണ്ടും ഒരു ഹാഫ് കട്ട് ചെയ്ത് വീണ്ടും ഒരു ഹാഫ് കട്ട് ചെയ്ത് അതിനെ ഉരുളയൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി പ്രസ് മെഷീൻ ഉണ്ട്, അതിലാണ് ഞാനിത് പ്രസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത്, അധികം പ്രസ് ചെയ്താൽ, എന്നിട്ട് അതെടുത്തിട്ട് പുറത്തേക്ക് വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള മസാല ഇതിലേക്ക് വെക്കുക. സെന്ററിൽ മസാല ഫില്ല് ചെയ്യുക. ഇത് കൈകൊണ്ട് ചുരുട്ടുന്നു എന്ന് കണ്ടോളൂ. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നമ്മുടെ സാരിക്ക് ഞെറിയിടുന്നില്ലേ, അതേപോലെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആക്കി കംപ്ലീറ്റ് റെഡിയായി. ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു മോമോസിന്റെ ഒരു രൂപത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഡയമീറ്റർ കുറവുള്ളതാണ്. ഇങ്ങനെ പിടിക്കുക, അതങ്ങനെ ചുരുട്ടുക. ഇതേപോലെ മണാലിയാണ് ഈ മോമോസിന് ഏറ്റവും സൂപ്പർ. അത് മൈദപ്പൊടിയാണ്, ഇത് അരിപ്പൊടിയാണ്. ഇനി ആവിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആ ആവിയിൽ വെക്കുന്ന പാത്രത്തിന്റെ ഉൾഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഞാൻ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ കമിഴ്ത്തി വെക്കുക. ഇതിന്റെ മോൾ ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് അങ്ങനെ വെക്കുക. മറ്റേ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിച്ചാകുമ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ നേരെ തല കുത്തനെ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ആവിയിൽ വേവിച്ചിട്ട് അത് പുറത്തെടുക്കുക. ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ ഇതൊന്ന് എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇത് ആ മുട്ടിപ്പിടിച്ച് കൈ പൊള്ളൊക്കെ നടക്കും. അപ്പൊ സംഭവം റെഡി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.